ഫിഫ ലോകകപ്പ് കിരീടം സ്പെയിന് കലാശപ്പോരിൽ അർജന്റീനയെ ഏകപക്ഷീയമായ ഒരു ഗോളിന് തോൽപ്പിച്ചു. എക്സ്ട്രാ ടൈമിൽ ഫെറാൻ ടോറസ് ആണ് വിജയ ഗോൾ നേടിയത്. സ്പെയിനിന്റെ രണ്ടാം ലോക കിരീടമാണിത്. അക്ഷയ് മോഹൻ വേൾഡ് കപ്പ് ഡെസ്കിൽ നിന്ന് വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. അക്ഷയ്, കലാശപ്പോരായിരുന്നു നമ്മൾ കണ്ടത്. അതിൽ തന്നെ ഏറ്റവും തുടക്കം മുതൽ തന്നെ മികച്ച രീതിയിൽ പൊസിഷൻ നിലനിർത്താൻ സ്പെയിനിന് സാധിച്ചു. മാത്രമല്ല എക്സ്ട്രാ ടൈമിൽ ഫെറാൻ ടോറസിലൂടെ ആ വിജയ ഗോൾ. തീർച്ചയായും ഇതുവരെ ലോകകപ്പ് ഫൈനലിൽ ഒരു വേറിട്ടൊരു മത്സരമാണ് നമ്മൾ ഇന്നലെ പ്രതീക്ഷിച്ചത്. പക്ഷേ സ്പെയിൻ അക്ഷരാർത്ഥത്തിൽ ഡൊമിനേറ്റ് ചെയ്തൊരു മത്സരത്തിനാണ് ഇന്നലെ ന്യൂജേഴ്സി സ്റ്റേഡിയം സാക്ഷിയായത്. കളിയുടെ ഒരു ഘട്ടത്തിൽ പോലും അർജന്റീനയൊന്നും നിലം തൊടാൻ പോലും അവസരം നൽകാതെ നിലം പരിശാക്കിയാണ് ലാ റോജകൾ അവരുടെ രണ്ടാം ലോക കിരീടം നേടിയത്. കളിയിലേക്ക് വരികയാണ്. ഏകപക്ഷീയമായ ഒരു ഗോളിനാണ് എക്സ്ട്രാ ടൈമിൽ ഫെറാൻ ടോറസ് 106-ാം മിനിറ്റിൽ നേടിയ ഒരൊറ്റ ഗോളിലാണ് അവർ കിരീടം അണിഞ്ഞത്. പക്ഷേ കൂടുതൽ ഗോൾ വഴങ്ങിയില്ല എന്ന് മാത്രമാണ് അർജന്റീനയ്ക്ക് ഈ മത്സരത്തിൽ ഓർത്തിരിക്കാനുള്ള. അത്രമാത്രം അർജന്റീനയെ നിഷ്പ്രഭമാക്കുന്ന പ്രകടനമാണ് ആദ്യ വിസിൽ മുതൽ സ്പെയിൻ പുറത്തെടുത്തത്. എപ്പോൾ വേണമെങ്കിലും ഗോൾ അടിക്കാമെന്നൊരു സ്ഥിതിയിലായിരുന്നു മത്സരം ഉണ്ടായിരുന്നത്. സ്പെയിൻ്റെ അവസാന നിമിഷങ്ങളിൽ അവരുടെ സ്ട്രൈക്കർമാർക്ക് ഗോൾ അടിക്കാൻ സാധിച്ചില്ല. ഫിനിഷിങ്ങിൽ ഒരു കുറവ് കൊണ്ട് മാത്രമാണ് അർജന്റീന ഗോൾ വഴങ്ങാതെ രക്ഷപ്പെട്ടത്. മെസ്സിക്ക് പന്ത് കിട്ടാതെ, അർജന്റീൻ താരങ്ങൾക്ക് പന്ത് കിട്ടാതെ അലയുന്ന ഗ്രൗണ്ടിൽ നാനാവശത്തും അലയുന്ന കാഴ്ചയാണ് ഇന്നലെ മൊത്തം കാണാൻ സാധിച്ചത്. അതിൻ്റെ കൂടെ ചില പരുക്കൻ കളികൾ കൂടി അർജന്റീന പുറത്തെടുത്തതോടെ രണ്ടാം പകുതിയുടെ അവസാന മിനിറ്റ് ഇഞ്ചുറി ടൈമിൽ 10 പേരായി അർജന്റീന ചുരുങ്ങി. രണ്ടാം യെല്ലോ കാർഡ് വാങ്ങി എൻസോ ഫെർണാണ്ടസ് കൂടി തിരിച്ച് കയറിയതോടെ 10 പേരുമായാണ് പിന്നീടുള്ള മത്സരം അർജന്റീന പൂർത്തിയാക്കിയത്. അങ്ങനെ 106-ാം മിനിറ്റിൽ സ്പെയിൻ കാത്തിരുന്ന ഗോളെത്തി. നിക്കോ വില്യംസിൻ്റെ ഒരു ഹെഡറിൽ നിന്ന് പാസ് സ്വീകരിച്ച് കൃത്യമായി തന്നെ ഫെറാൻ ടോറസ്, സബ്സ്റ്റിറ്റ്യൂട്ടായിട്ട് ഇറങ്ങിയ ഫെറാൻ ടോറസ് സൂപ്പർ സബ്ബായി തന്നെ സ്പെയിനെ കിരീടത്തിലേക്ക് നയിക്കുകയും ചെയ്തു. 2010-ൽ സമാനമായ രീതിയിലായിരുന്നു ഇനിയസ്റ്റയാണ് അന്ന് എക്സ്ട്രാ ടൈമിൽ ഗോൾ നേടിയതെങ്കിൽ ഇന്ന് ഫെറാൻ ടോറസിൻ്റെ ഊഴമായിരുന്നു. കൃത്യമായി തന്നെ സ്പെയിൻ ആധികാരികമായി തന്നെയാണ് സ്പെയിൻ ഈ കപ്പടിച്ചതെന്ന് വേണം കൃത്യമായി തന്നെ നമുക്ക് പറയാൻ സാധിക്കും. ആദ്യ മത്സരത്തിൽ കേപ്പ് വെർദെയോട് സമനിലയിൽ തുടങ്ങിയപ്പോൾ അവരെല്ലാവരും തള്ളിയതാണ്. പക്ഷെ അവിടെ നിന്നങ്ങോട്ട് സ്പെയിൻ്റെ ഒരു രാജകീയമായ ഒരു യാത്ര തന്നെയായിരുന്നു. അവസാനം സെമിയിൽ ഫ്രാൻസിനെ, ഈ ലോകകപ്പിലെ ഏറ്റവും കൂടുതൽ ഫേവററ്റുകളായിട്ടുള്ള ഫ്രാൻസിനെ കീഴടക്കി അവർ ഫൈനലിലേക്ക് ടിക്കറ്റ് എടുത്തു. ഫൈനലിൽ ലിയോണൽ മെസ്സിയുടെയും അർജന്റീനയും തുടർച്ചയായ രണ്ടാം ലോക കിരീടം നിലനിർത്തുന്ന മൂന്നാമത്തെ രാജ്യമെന്ന നേട്ടത്തിന് തൊട്ടരികിൽ അവരെ കീഴടക്കിക്കൊണ്ട് സ്പെയിൻ രണ്ടാമത്തെ കിരീടം നേടിയിരിക്കുന്നു. കളിയുടെ ഒരു ഘട്ടത്തിൽ പോലും അർജന്റീനയ്ക്ക് കളിയിലേക്ക് വരാൻ, അത് ഡോമിനേറ്റ് ചെയ്യാനുള്ള അവസരം സ്പെയിൻ നൽകിയില്ല. ആധികാരികമായി തന്നെയാണ് ഈ ജയം. അർജന്റീനയുടെ മെസ്സി അടങ്ങുന്ന മുന്നേറ്റ നിരയെ കൃത്യമായി തന്നെ അവർ പൂട്ടിട്ടു. അക്ഷയ് ഇപ്പോൾ എനിക്കറിയുന്ന പോലെ അക്ഷയ് ഒരു അർജന്റീന ഫാനാണ്. ഇപ്പോൾ ഞാൻ സപ്പോർട്ട് ചെയ്തത് സ്പെയിനായിരുന്നു. അപ്പോൾ നമുക്ക് ഈ രണ്ട് ടീമുകളുടെയും ഏത് രീതിയിലൊരു പ്ലേയിങ് ശൈലിയാണ് എന്നൊക്കെ നമുക്കറിയാം. ഇപ്പോൾ എമിലിയാനോ മാർട്ടിനസ് ഇന്നലെ ആ ഒരു മികച്ച ഫോമിലേക്ക് വന്നില്ലായിരുന്നുവെങ്കിൽ ഒരു ഈ ഗോൾ നിലയൊന്നും ആയിരിക്കില്ല. ഒരു പക്ഷേ ഒരു 4ഓ 5ഓ ഒക്കെ ഗോളെന്നുറച്ച പലതും എമിലിയാനോ മാർട്ടിനസ് തട്ടി അകറ്റുന്ന കാഴ്ചയൊക്കെ നമ്മൾ ഇന്നലെ ആ ഗെയിമിൽ കാണുകയും ചെയ്തതാണ്. അപ്പം ഇത് നേരത്തെ അക്ഷയ് പറഞ്ഞൊരു കാര്യമുണ്ട്. സ്പെയിനിന്റെ ആദ്യ മത്സരത്തിൽ കേപ്പ് വെർദെയുമായി ആ സമനില വന്നപ്പോൾ ഇങ്ങനെയാണോ ടീം കളിക്കേണ്ടത്, ഇങ്ങനെയാണെങ്കിൽ ആദ്യ റൗണ്ട് പോലും കടക്കില്ലല്ലോ എന്നൊക്കെ സംശയമുയർത്തിയ ആളുടെ മുന്നിലേക്ക് ഇപ്പോൾ ഞാൻ സ്പെയിനെ കൃത്യമായി ഫോളോ ചെയ്യുന്ന ഒരാളാണ്. അതായത് ഇങ്ങനെ ഒരു വേൾഡ് കപ്പിൽ കളിക്കാനുള്ള ഈ ഒരു ടീമിനെ വർഷങ്ങൾക്ക് മുൻപേ മെനഞ്ഞെടുത്ത് തുടങ്ങിയിരുന്നു അവിടുത്തെ ഈ സ്പെയിനിലെ കായിക വിഭാഗം എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെ മികച്ച താരങ്ങളെ കണ്ടെത്തി അവർക്കുള്ള കൃത്യമായ പ്രാക്ടീസ് ആ ചെറിയ പ്രായത്തിൽ തന്നെ നൽകി എന്നുള്ളതാണ്. അപ്പോൾ ഒരു ടീമിനെ അല്ലെങ്കിൽ ഒരു താരത്തെ ബിൽഡ് ചെയ്യുന്നതിനപ്പുറത്തേക്ക് കൃത്യമായി ഒരു യോജിപ്പോടെ മുന്നോട്ട് പോകുന്ന, ഒത്തിണക്കത്തോടെ മുന്നോട്ട് പോകുന്ന ഒരാൾ അടുത്ത നിമിഷം എന്ത് മൂവായിരിക്കും നടത്തുക, ആ മൂവിനായി എവിടെ നിൽക്കണം, എങ്ങനെ പൊസിഷൻ ചെയ്യണം എന്നൊക്കെ കൃത്യമായി ബോധ്യമുള്ള ഒരു കംപ്ലീറ്റ് ഫുട്ബോൾ ഗെയിം കളിക്കുന്ന ഒരു ടീമിനെയാണ് നമ്മൾ പിന്നീട് ഈ വേൾഡ് കപ്പിലുടനീളം കണ്ടത്. ഈ മത്സരം മാത്രമല്ല അക്ഷയ്, കഴിഞ്ഞ സെമി ഫൈനൽ, അതിന് തൊട്ട് മുമ്പുള്ള ക്വാർട്ടർ, ഇവിടെയെല്ലാം സ്പെയിനിന്റെ ഈ രീതിയിലുള്ള ഒരു കംപ്ലീറ്റ് ഫുട്ബോൾ ഗെയിമിനെ നമ്മൾ എടുത്തു പറയേണ്ട കാര്യം തന്നെയാണ്. ഒരുപക്ഷെ ഫ്രാൻസിനെയും അർജന്റീനയും ഒക്കെ കൃത്യമായി പൂട്ടാൻ ആയതും അങ്ങനെ ഒരു കൃത്യമായ ഒരു ഗെയിം പ്ലാൻ അത് വർക്കൗട്ട് ആയതുകൊണ്ടല്ലേ?
അത് തന്നെയാണ് ഈ സ്പെയിൻ്റെ വിജയത്തിൻ്റെ രഹസ്യം. അവരുടെ ടീം വർക്ക് തന്നെയാണ്. ഓരോ മേഖലയിലും ഓരോ ഡിപ്പാർട്ട്മെൻറ്റിലും കൃത്യമായി തന്നെ താരങ്ങളുണ്ടായിരുന്നു. ഗോൾ കീപ്പറിൽ തന്നെ തുടങ്ങാം. ഉനായ് സിമോൺ എന്ന ഗോൾ കീപ്പർ ഈ ലോകകപ്പിൽ വഴങ്ങിയത് ആകെ ഒരൊറ്റ ഗോൾ മാത്രമാണ്. പ്രതിരോധത്തിലേക്ക് വരികയാണെങ്കിൽ പാവ് കുബാർസിയും ലപ്പോട്ടയും ഇരുവശത്തുമായി കുക്കുറയും പെഡ്രോ പോറയും, മധ്യനിരയിൽ റോഡ്രി പെഡ്രി എന്ന കോംബോ വരുന്നു. അവിടെ ഡാനി ഓലവും വരുന്നു. മുന്നേറ്റ നിരയിൽ വരികയാണെങ്കിൽ ലെമീൻ യമാൽ, ഒരു വശത്തെ ലെമീൻ യമാൽ, അലക്സ് ബയേന, ഏറ്റവും മുൻവശത്തെ കളിക്കുന്ന ഒയാർ സബാൽ. ഈ ടീം കോമ്പിനേഷനാണ് ഈ എട്ടാമത്തെ മത്സരമാണ് കളിച്ചതിൽ ഭൂരിഭാഗം കളിയിലും ഈ കോമ്പിനേഷനാണ് ഫ്യുവൻ്റെ പരീക്ഷിച്ചത്. അതിൽ തന്നെ ഏറ്റവും മികച്ച നിരയെന്ന് എടുത്തു പറയേണ്ടി വരും. ഏതെങ്കിലും ഒരു താരത്തിൻ്റെ ചിറകിൽ ഏറിയല്ല അവർ ഈ കിരീടം നേടിയത്. അവർ ഓരോ ടീം എന്ന ഒരു ടീം ഗെയിം തന്നെയാണ് ഈ ടൂർണമെൻറ്റിൽ ഉടനീളം സ്പെയിൻ കാഴ്ചവെച്ചത്. അക്ഷരാർത്ഥത്തിൽ അതുതന്നെയാണ് അവരുടെ വിജയരഹസ്യവും. തപ്പിത്തടഞ്ഞല്ല അവർ ഫൈനലിലേക്ക് എത്തിയത്. അർജന്റീനയുടെ കാര്യം പറയുകയാണെങ്കിൽ പലപ്പോഴും മെസ്സി എന്ന താരം ഫോമിലേക്ക് ഉയരുന്നതും കളിയിലേക്ക് തിരിച്ചു വരുന്നതുമാണ് അർജന്റീനയുടെ കാര്യത്തിൽ കണ്ടതെങ്കിൽ സ്പെയിൻ അങ്ങനെ ആയിരുന്നില്ല. ഒരു ടീം എന്ന നിലയിൽ എങ്ങനെ കളിക്കളത്തിൽ കളിക്കണം, എങ്ങനെ ഡൊമിനേറ്റ് ചെയ്ത് കളിക്കണം എന്നതിൻ്റെ പെർഫെക്റ്റ് എക്സാമ്പിളാണ് സ്പെയിൻ കണ്ടത്. ഇന്നലെ ഫൈനലിൽ കണ്ടതും അതുതന്നെയാണ്. 90 മിനിറ്റ് വരെ ഒരു ഷോട്ട് പോലും അടിക്കാൻ അർജന്റീനയെ അനുവദിക്കാതെ കെട്ടിവരിഞ്ഞ് മുറുക്കുന്ന സ്പെയിനിനെ നമ്മൾ കണ്ടു. അർജന്റീനയ്ക്ക് ഒരു ഷോട്ട് അടിക്കാൻ എക്സ്ട്രാ ടൈമിൻ്റെ അവസാന മിനിറ്റ് വരെ കാത്തിരിക്കേണ്ടി വന്നു. നിലവിലെ ലോക ചാമ്പ്യന്മാർ 2022 കിരീടം നേടിയ ടീമിനെയാണ് ഇത്തരം ഒരു പ്രകടനത്തോടെ സ്പെയിൻ കീഴടക്കിയതെന്ന് പറയണം. അവരുടെ ടാക്ടിക്സുകളൊക്കെ കൃത്യമായി തന്നെ നടപ്പിലാക്കാൻ സാധിച്ചു. അതിൽ എടുത്തു പറയേണ്ടത് റോഡ്രി എന്ന അവരുടെ ഡിഫൻസീവ് മിഡ്ഫീൽഡർ, അവരുടെ നായകനാണ്. മെസ്സി അടങ്ങുന്ന സംഘത്തെ മധ്യവരയിൽ തന്നെ അവരുടെ നീക്കങ്ങൾ തളച്ചിടുന്നതിൽ റോഡ്രി വഹിച്ച പങ്ക് വളരെ വലുതായിരുന്നു. അദ്ദേഹത്തിന് അതിന് അർഹിച്ച അംഗീകാരവും ലഭിച്ചു. മികച്ച താരത്തിനുള്ള ഗോൾഡൻ ബോൾ റോഡ്രി സ്വന്തമാക്കി. മികച്ച യുവതാരം സ്പെയിൻ്റെ പ്രതിരോധ നിരക്കാരൻ പാവ് കുബാർസിയാണ്. ഗോൾ കീപ്പർക്കുള്ള ഗോൾഡൻ ഗ്ലൗ സ്പെയിൻ ഗോൾ കീപ്പർ ഉനായ് സിമോണും സ്വന്തമാക്കി. അതിൽ തന്നെയുണ്ട് ഈ ടീമിൽ തന്നെ ഏറ്റവും കരുത്തുറ്റ നിര. എല്ലാ മേഖലകളിലും സമസ്ത ആധിപത്യം സ്ഥാപിച്ചുകൊണ്ട് സ്പെയിൻ അവരുടെ 2ാം കിരീടമാണ് ഉയർത്തിയത്. പ്രജിൻ പറഞ്ഞു തന്നെയാണ്, ഒരു ടീം ഗെയിമാണ് ലോകകപ്പിലുടനീളം അവർ കാഴ്ചവെച്ചത്. വീണ്ടും ഈ കഴിഞ്ഞ ഈ ഫൈനലിലേക്ക് വന്നു കഴിഞ്ഞാൽ നേരത്തെ വർഷ സൂചിപ്പിച്ചൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്, ഈ പൊസഷൻ ഗെയിം. അത് എനിക്ക് തോന്നുന്നു ഈ ടിക്കി ടാക്കയൊക്കെ നമ്മൾ ആദ്യം പറയുന്ന സമയത്തെ സ്പെയിൻ്റെ ഒരു രീതിയാണ്, ഒരു ശൈലിയാണ്. അതൊക്കെ മാറി. ഇപ്പോൾ അതൊക്കെ മാറിയെങ്കിലും ഈ പൊസഷൻ ഗെയിം എന്ന് പറയുന്ന സംഭവം വർഷങ്ങളായി സ്പെയിൻ മുന്നോട്ട് വെക്കുന്ന ഒരു ഫുട്ബോൾ രീതിയാണ്, ഒരു കളി രീതിയാണ്. ഈ കഴിഞ്ഞ ഗെയിമിലും 68-32 ഇതാണ്. 32% അർജന്റീനയും 68% സ്പെയിനും അതിൽ തന്നെയുണ്ട് എത്രമാത്രം അന്തരമുണ്ട്. അതായത് കളി കംപ്ലീറ്റ് സ്പെയിനിൻ്റെ താരങ്ങളുടെ കാലിലായിരുന്നു. ഫുൾ ഈ പറയുന്ന അർജന്റീനയുടെ അറ്റാക്കിംഗ് ഏരിയയിൽ തന്നെയായിരുന്നു നമ്മളെല്ലാ സ്പെയിൻ താരങ്ങളെയും കണ്ടത് എന്നുള്ളതാണ്. അതുപോലെ അതിൻ്റെ അക്യുറസി 90% ആണ് സ്പെയിനിൻ്റെ പാസ് അക്യുറസി എങ്കിൽ 78% ആണ് അർജന്റീന. അങ്ങനെ സമസ്ത മേഖലകളിലും കൃത്യമായ മേൽക്കൈ സ്പെയിൻ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒന്ന് എടുത്തു പറയേണ്ടത് പരിശീലകന്റെ മേന്മ തന്നെയാണ്. ഈ ടീമിനെ ഈ ഒത്തിണക്കത്തോടെ മുന്നോട്ട് കൊണ്ടുപോവുക എന്നുള്ളത്. മാക്സിമം ഗെയിമുകൾ കളിപ്പിക്കുക, പല ടീമുകളുമായും കളിപ്പിക്കുക. ഇതൊക്കെ കഴിഞ്ഞ കുറേ കാലങ്ങളായി ഇതേ ടീമിനെ വെച്ച് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഈ കഴിഞ്ഞ ഫൈനലിലെ ഇത്തരം വിവരങ്ങൾ, ഒന്ന് ഗോൾ പൊസഷൻ, ഒപ്പം തന്നെ പാസ് അക്യുറസി, ഷോട്ട് ഓൺ ടാർഗറ്റ്, ഇതൊക്കെ വെച്ചുകൊണ്ട് എങ്ങനെയാണ് നമുക്ക് അനലൈസ് ചെയ്യാൻ പറ്റുക? അർജന്റീന നിഷ്പ്രഭമായ ഫൈനൽ തന്നെയായിരുന്നു. കളിച്ചാൽ മാത്രമേ ടീമിന് ജയിക്കാൻ സാധിക്കും. 90 മിനിറ്റ് ഒരു നിലവിലെ ചാമ്പ്യന്മാർ ഒരു ലോകകപ്പ് ഫൈനലിൽ ഒരു ഷോട്ട് പോലും ഉതിർക്കാതെ കളിച്ചു എന്ന് പറയുമ്പോൾ തന്നെയുണ്ട് അർജന്റീന എത്രമാത്രം ആ മത്സരത്തിൽ സ്ട്രഗിൾ ചെയ്തു എന്നത്. അർജന്റീനയ്ക്ക് ഒരു സ്പേസ് പോലും അനുവദിക്കാതെ കംപ്ലീറ്റ് ആയൊരു ഡൊമിനൻസ് തന്നെയാണ് സ്പെയിൻ കാഴ്ചവെച്ചത്. അവസാന 2 ഷോട്ടുകൾ വന്നത് കളിയുടെ അവസാന ഘട്ടത്തിലാണ്. മറുവശത്ത് സ്പെയിൻ ആണെങ്കിൽ അവർക്ക് ഒരു ഫിനിഷിങ്ങിലെ പോരായ്മയാണ് ഈ ഗോളിൻ്റെ എണ്ണം 1-ൽ ഒതുങ്ങിയതിന് പ്രധാന കാരണം. അതോടൊപ്പം അർജന്റീനയുടെ ഗോൾ കീപ്പർ എമിലിയാനോ മാർട്ടിനസും ലെമീൻ യമാലിനെയും കുബാർസിയുടെയും അടക്കമുള്ള ഗോളെന്ന് ഉറപ്പിച്ച ഷോട്ടുകൾ വരെ എമിലിയാനോ മാർട്ടിനസ് തടഞ്ഞിട്ടു. അങ്ങനെയാണ് സ്പെയിൻ്റെ ഒരു വിജയം അതിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് എക്സ്ട്രാ ടൈമിലേക്ക് നീളാൻ കാരണമായതും. പന്ത് കിട്ടാതെ അർജന്റീന താരങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും അലയുന്ന കാഴ്ച ഈ മത്സരത്തിലുടനീളം കാണാൻ സാധിച്ചു. അത് കളിയെ കൂടുതൽ പരുക്കനാക്കി. പരഡസ് അടക്കമുള്ള താരങ്ങളുടെ കളി അത് വിമർശന വിധേയമാണ്. പ്രത്യേകിച്ച് പന്ത് കിട്ടാതായപ്പോൾ അതിൻ്റെ അരിശം എതിർ ടീമിൻ്റെ മേൽ തീർക്കുന്ന അർജന്റീൻ താരങ്ങളെ കണ്ടു. 2ാമത്തെ യെല്ലോ കാർഡ് വാങ്ങി എൻസോ ഫെർണാണ്ടസ് പുറത്തുപോയ അത്തരം ഒരു ഫ്രസ്ട്രേഷൻ്റെ പുറത്താണ്. ഒരു മുന്നേറ്റത്തിനുള്ള നീക്കത്തിനിടെയാണ് സ്പാനിഷ് താരത്തെ ഫൗൾ ചെയ്യുകയും 2ാമത്തെ യെല്ലോ കാർഡ് വാങ്ങി അങ്ങനെ മാച്ചിങ് ഓർഡർ വാങ്ങി പുറത്തേക്ക് പോവുകയും ചെയ്തു. കളിക്ക് ശേഷവും അർജന്റീനയുടെ ഭാഗത്തു നിന്നുണ്ടായത് തീർച്ചയായും മോശമായ പ്രകടനമാണ്. ഒരു
പെരുമാറ്റമാണ്. കളിയുടെ അവസാന ഭാഗത്തിന് ശേഷം ഗാവിയെയും എറിക് ഗാർഷ്യയും ചവിട്ടിയിടുന്ന പരഡസിനെയൊക്കെ കണ്ടു. അപ്പോൾ മത്സരം എന്നത് ഗ്രൗണ്ടിൽ കളിക്കേണ്ടതാണ്. അതിൽ കളിക്കാൻ സാധിച്ചില്ലെങ്കിൽ ഇത്തരത്തിലുള്ള പരിക്കൻ അടവുകൾ പുറത്തെടുക്കുന്ന അർജന്റീന താരങ്ങളാണ്. അപ്പോൾ അർജന്റീന ഈ കളിയിൽ എന്ത് നേരിട്ടു, എന്ത് അവർക്ക് പറ്റി എന്നതിൻ്റെ ഉത്തരം ഇവരുടെ ശരീരഭാഷയിൽ തന്നെയുണ്ട്. പന്ത് കിട്ടിയാലല്ലേ മുന്നിലേക്ക് പോകാൻ പറ്റൂ എന്നൊരു സിമ്പിൾ അതിന് ഉത്തരം പറയാം. കളിക്കണം, പന്ത് കൈവശം വെച്ച് ഗോൾ അടിച്ചാൽ മാത്രമേ ഫുട്ബോളിൽ എന്തെങ്കിലുമൊക്കെ നേടാൻ സാധിക്കൂ. സ്പെയിൻ ഏറ്റവും കുറ്റം പറയുന്നത്, അവരുടെ വിമർശകരൊക്കെ പറയുന്നത് പാസുകൾ കൂടുതൽ നൽകും, പക്ഷേ ഗോൾ അടിക്കില്ല എന്നൊരു വലിയ വിമർശനമാണ് സ്പെയിനിന് നേരെ എപ്പോഴും പറയുന്നത്. അത് അർത്ഥത്തിൽ അത് ശരിയാണ്. പലപ്പോഴും അത് ഗോൾ അടിക്കുന്നതിൻ്റെ ആവശ്യം കണ്ടതാണ്. പക്ഷേ കൃത്യസമയത്ത് എപ്പോഴാണോ ഗോൾ അടിക്കേണ്ടത് കൃത്യസമയത്ത് അതിൻ്റെ കൃത്യ അളവിൽ തന്നെ നൽകാൻ സ്പെയിനിന് സാധിച്ചിട്ടുണ്ട്. അതാണ് സ്പെയിൻ്റെ ഇന്നത്തെ വിജയരഹസ്യം എന്ന് പറയേണ്ടതുണ്ട്. 65% പന്ത് കൈവശം വെച്ച് കളിച്ചത് സ്പെയിൻ തന്നെയാണ്. അർജന്റീനയ്ക്ക് മെസ്സിക്ക് ആദ്യത്തെ 20 മിനിറ്റിൽ 2 തവണ മാത്രമാണ് പന്ത് തൊടാൻ സാധിച്ചത്. ഈ ഫൈനലിൽ എത്തുന്നത് വരെ അർജന്റീനയുടെ എഞ്ചിനായി പ്രവർത്തിച്ചത് മെസ്സി ആയിരുന്നു. ഗോൾ അടിച്ചില്ലെങ്കിൽ ഗോൾ അടിപ്പിക്കുന്ന മെസ്സിയൊക്കെ പലതവണ കണ്ടു. പക്ഷേ ഇന്ന് മെസ്സി ചിത്രത്തിലെ. അതോടൊപ്പം തന്നെ ഒരു കാര്യം കൂടി, ഈ മത്സരത്തിലുടനീളം നമുക്കറിയാം ഈ പ്രതിരോധത്തിലേക്ക് ഊന്നി കളിക്കുകയായിരുന്നു അർജന്റീന. അതുപോലെ തന്നെ ഈ ലിസാൻഡ്രോ മാർട്ടിനസിന് പരുക്കേറ്റത്, ആ പരുക്കടക്കം ഇപ്പോൾ ടീമിന് വലിയ തിരിച്ചടിയായി മാറിയില്ലേ? ആദ്യ പകുതിയിൽ തന്നെ ഒരു മാറ്റം ഒട്ടമെന്റിയെ പകരം ലിസാൻഡ്രോ മാർട്ടിനസിന് പകരം സ്കലോണിക്ക് ഇറക്കേണ്ടി വന്നു. ഈ ടൂർണമെന്റിൽ ഉടനീളം അർജന്റീന വിശ്വസമായ സെൻട്രൽ ബാക്ക് സ്ഥാനത്ത് കളിച്ചത് ലിസാൻഡ്രോ മാർട്ടിനസ് ആയിരുന്നു. അപ്പോൾ അദ്ദേഹത്തിന്റെ വിടവ് ഈ മത്സരത്തിൽ ഉടനീളം കാണാൻ സാധിച്ചു. അദ്ദേഹത്തിന്റെ നീക്കങ്ങളൊക്കെയും അർജന്റീന കേപ്പ് വെർദെക്കെതിരെ നേടിയ ഗോളും ഒക്കെ എടുത്തു. അപ്പോൾ അതൊക്കെ നമുക്ക് ഓർമ്മയുണ്ടാവും. പക്ഷെ അത്തരത്തിലൊരു താരത്തെ ആദ്യ പകുതിയിൽ തന്നെ പരിക്കിനെ തുടർന്ന് നഷ്ടപ്പെടുത്തേണ്ടത്, അതോടൊപ്പം യെല്ലോ കാർഡ് കൂടി അദ്ദേഹം വാങ്ങിയിരുന്നു. അതിന് പകരം ഇറക്കിയ താരങ്ങൾ അവരുടെ ആ പ്രതീക്ഷിത പ്രകടനത്തിലേക്ക് വരാൻ സാധിച്ചില്ല. പ്രതീക്ഷിക്കാതെ നടത്തിയ ഒരു സബ്സ്റ്റിറ്റ്യൂഷനായിരുന്നു ആദ്യം ഈ ലിസാൻഡ്രോ മാർട്ടിനസിന്റെ കാര്യത്തിൽ കണ്ടത്. അത് തീരെ പ്ലാൻ ചെയ്തിട്ടുണ്ട്, അദ്ദേഹത്തിൻ്റെ പ്ലാനിലൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ അത്തരം ഒരു മാറ്റത്തിലേക്ക് വേണ്ടി വന്നു. അതിനുശേഷം ക്യൂട്ടി റെമോരെ അതുപോലെ പിൻവലിക്കേണ്ടി വന്നു. സത്യത്തിൽ സ്കലോണി ഈ മത്സരം ഇവിടെ വരെ അർജന്റീന എത്തിച്ചതിലൊരു ടാക്ടീഷ്യൻ എന്ന നിലയിൽ സ്കലോണിയുടെ വൻ വിജയമായിരുന്നു. പക്ഷേ സ്കലോണിയുടെ തന്ത്രങ്ങൾ ഒരിക്കൽ പോലും, അദ്ദേഹം 3 മാറ്റങ്ങൾ ഈ മത്സരത്തിൻ്റെ തുടക്കത്തിൽ ആദ്യ 11 തന്നെ മാറ്റം കൊണ്ടുവന്നു. നിക്കോ ഗോൺസാലസ് വന്നു, അതോടൊപ്പം മോണ്ടിയൽ പ്രതിരോധ നിരയിൽ വന്ന്, അങ്ങനെ 3 മാറ്റങ്ങളാണ് തുടക്കത്തിൽ വരുന്നത്. പക്ഷേ ആ ഒരു മാറ്റങ്ങൾ പോലും മത്സരത്തിനെ സ്വാധീനിച്ചില്ല. സ്പെയിൻ നന്നായി അതിഗംഭീരമായി തന്നെ സ്പെയിൻ കളിച്ചു. അർജന്റീന കളി മറന്നുപോയി. അതിൻ്റെ ഫലം അവർ അനുഭവിച്ചു. സ്പെയിൻ 2ാം ലോക കിരീടം നേടി. യെസ്, അക്ഷയ് തുടരുക. കൂടുതൽ വിശേഷങ്ങളും വിവരങ്ങളും ഒക്കെ ഇങ്ങനെ വരുന്നുണ്ട്. കാരണം ഇതിപ്പോൾ മണിക്കൂറുകളാവുന്നേ ഉള്ളൂ മത്സരം പൂർത്തിയായിട്ട്. പലയിടങ്ങളിൽ നിന്നുള്ള പ്രതികരണങ്ങളും ഒക്കെ വന്നുകൊണ്ടിരിക്കും. എന്തായാലും ഈ ലോകകപ്പിന് ശേഷം ഒരു പുതുയുഗം പിറക്കുന്നു എന്ന് കൃത്യമായിട്ട് പറയാം. ഇതിഹാസ താരങ്ങളായ ലിയോണൽ മെസ്സി, ഒപ്പം ക്രിസ്ത്യാനോ റൊണാൾഡോ, പിന്നെ നെയ്മാർ, ഇവരൊന്നും ഇനി ലോകകപ്പ് കളിക്കാൻ ഉണ്ടാവില്ല എന്നുള്ളതാണ്. ഫുട്ബോളിനോട് തന്നെ ഇവർ വിട പറയുന്നു എന്നതിലുള്ള വാർത്തകളും ഒക്കെ നേരത്തെ വന്നതാണ്. അത് വലിയ നിരാശയാണ് ഫുട്ബോൾ ലോകത്തിലുണ്ടാവുന്നത്. പക്ഷേ പുതിയ താരങ്ങളുണ്ട്. ലമീൻ യമാലിനെ പോലുള്ള പുതിയ താരങ്ങൾ, കിലിയൻ എംബാപ്പെ പോലുള്ള താരങ്ങൾ, അതെ, എംബാപ്പെ പോലുള്ള, അങ്ങനെ ഒരുപാട് എർലിംഗ് ഹാലൻഡിനെ പോലുള്ള അങ്ങനെ ഒരുപാട് താരങ്ങളുണ്ട്. അപ്പോൾ അവരിലാണ് ഇനി പുതിയ പ്രതീക്ഷ. അവർ അടുത്ത ഗെയിമുകളൊക്കെ, അടുത്ത മത്സരങ്ങളൊക്കെ എങ്ങനെ കളിക്കുന്നു എന്നത് നമുക്കിനി പ്രതീക്ഷയോടെ കാത്തിരിക്കാം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.